തിരുവനന്തപുരം ജഗതിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മേയർ വി രാജേഷ് എത്തി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പ്രദേശത്ത് ഇതുവരെയും കുടിവെള്ളം എത്തിയില്ല. ഇന്നലെ ഒരു ടാങ്കർ വെള്ളമാണ് 200 കുടുംബങ്ങൾക്ക് ആകെ കിട്ടിയത്. കപ്പിനെടുത്തുകൊണ്ട് പോകാൻ പറ്റും. പലവട്ടം പ്രശ്നം അറിയിച്ചിട്ടും വാട്ടർ അതോറിറ്റി ഇടപെടുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. 3 മാസം കൊണ്ട് വെള്ളം ശകലിച്ച് വരുമായിരുന്നു, പിന്നെ വീണ്ടും വരാതായി. ഇപ്പോൾ തീർച്ച ഒട്ടുമില്ലാതായത് 4-5 ദിവസം കൊണ്ടാണ്. മറ്റേ 100 പോലെങ്കിലും വരുമായിരുന്നു. ഈ 4-5 ദിവസം കൊണ്ട് ഒട്ടും വെള്ളമില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുളിക്കാനോ നനയ്ക്കാനോ ആഹാരം പാകം ചെയ്യാനോ ഒന്നുമില്ല. എനിക്ക് അവിടെ പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. എനിക്ക് ക്യാൻസർ അസുഖമാണ്. രാത്രി 2:30 മണിക്കൊക്കെ കഴിച്ച് എനിക്ക് വെള്ളം കുടിച്ച് വയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇത്രയും വയ്യാത്ത ഞാനാണ്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, നമ്മളുടെ വാർത്ത കണ്ട് മേയർ തന്നെ നേരിട്ടിറങ്ങിയിട്ടും ആ ജഗതി പ്രദേശത്തുള്ളവരുടെ മനുഷ്യരുടെ കുടിവെള്ള ബുദ്ധിമുട്ട് അവസാനിച്ചില്ലേ? ഈ വാട്ടർ അതോറിറ്റി എന്താണ് ഈ മനുഷ്യരെ ഇങ്ങനെ ഇപ്പോഴും ശിക്ഷിക്കുന്നത്? വാട്ടർ അതോറിറ്റി വിചാരിച്ചാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമല്ലേ? ഒരു ടാങ്ക് വെള്ളം 200 കുടുംബത്തിന് കൊടുത്താൽ എന്ത് കിട്ടാനാണ് അരുൺ സോളമൻ? അരുൺ, ഗുഡ് മോർണിംഗ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു പ്രശ്നമല്ല. കഴിഞ്ഞ 2 മാസത്തിലധികമായി ജഗതി ഈ മുടിപ്പുര ക്ഷേത്രത്തിലെ ജനങ്ങൾ വളരെയധികം ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇന്നലെ വാർത്തയ്ക്ക് പിന്നാലെ മേയർ ഇടപെട്ടു. പക്ഷേ ഒരു ടാങ്ക് വെള്ളമാണ് ഇവിടെ എത്തിച്ചത്. പക്ഷേ അത് 200ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഒന്നും ആകില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ച ആ പ്രസന്ന എന്ന് പറയുന്ന അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് അറിയാം, ടാപ്പ് നോക്കിയാൽ ഇപ്പോൾ ഒരു ചെറിയൊരു നൂല് പോലുള്ള ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനപ്പുറം വെള്ളം വരുന്നില്ല എന്നുള്ളതാണ്. ഇത് ചില വാൽവുകൾ അടയ്ക്കുമ്പോഴാണ് ഈ നൂല് പോലെ വെള്ളം വരുന്നു എന്നുള്ളതാണ് ഈ അമ്മ നമ്മോട് പറഞ്ഞത്. അമ്മ കഴിഞ്ഞ 6 വർഷത്തിലധികമായി എല്ല് പൊടിയുന്ന ക്യാൻസർ രോഗബാധിതയാണ്. ഒരു ദിവസം തന്നെ 57 ഗുളികകളാണ് ഒരു ദിവസം മാത്രം അവരും കഴിക്കുന്നത്. അങ്ങനെയാണോ അമ്മ? 57 ഗുളികകൾ ഇന്ന് ഗുളിക തിന്നാൻ പോലും വെള്ളം കിട്ടില്ല. എങ്ങനെയെങ്കിലും വെള്ളം കിട്ടാനുള്ള മേയർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ വി രാജേഷ്. നമസ്കാരം വി രാജേഷ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ ജഗതിയിലുള്ള മനുഷ്യരുടെ ഇന്നലെ അങ്ങ് ഇടപെട്ടു, ഒരു ടാങ്കർ വെള്ളം എത്തി. പക്ഷേ ഇപ്പോഴും വാട്ടർ അതോറിറ്റി ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക രാജേഷ്? അരുണിനറിയാമല്ലോ, വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണം നേരിട്ട് കോർപ്പറേഷന്റെ കയ്യിലല്ല. പക്ഷേ നമ്മൾ ധാരണയിൽ സംസാരിച്ചാണ് പോകുന്നത്. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ വന്നിരുന്നു. അവരുടെ ഞായറാഴ്ചയായിട്ട് അവരുടെ QRT ടീമൊക്കെ അവിടെ വന്നിരുന്നു. അവർ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോർപ്പറേഷന് ചെയ്യാൻ സാധിക്കുന്നത് ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ടാങ്കറിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് കൂടുതൽ അത് പരിഹരിക്കപ്പെടുന്നവരെ വെള്ളം എത്തിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ഇന്നലെ രാത്രി വർക്ക് ചെയ്തിട്ടും തീരാത്ത സ്ഥിതിക്ക് ഞാൻ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ ഇപ്പൊ തന്നെ രാവിലെ മന്ത്രിയായിട്ട് ബന്ധപ്പെടും. ഇപ്പോൾ രാവിലെ ഇതുവരെയുള്ള വർക്ക് പ്രോഗ്രസ് ഇപ്പൊ തന്നെ താങ്കളുടെ കോൾ കഴിഞ്ഞാൽ തന്നെ വിലയിരുത്തും. അതിനുശേഷം ഇടപെടും. അതുവരെയുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട് കൂടുതൽ ടാങ്കറിൽ അവിടെ വെള്ളം എത്തിക്കും. എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു രാജേഷ്. അരുൺ സോളമൻ, മേയർ പറഞ്ഞത് ഒന്ന് അവിടുത്തെ ആൾക്കാരെ ഒന്ന് അറിയിച്ചോളൂ. കൂടുതൽ ടാങ്കറിൽ ഇന്ന് വെള്ളം എത്തിക്കും. ഇന്ന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് ആ പ്രശ്നം പരമാവധി വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കാം. അവര് അതിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിച്ചോളൂ. അരുൺ സോളമൻ, നിലവിൽ അരുൺ, ഇവിടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവെങ്കിലും ഇന്നലെയാണ് ഈ ഭാഗത്ത് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഇവിടെ കുറച്ചുപേർ വന്ന് ഇവിടെ കുഴിയെടുത്ത് പരിശോധിച്ചു. ഈ പരിശോധിച്ചപ്പോൾ നിലവിൽ പൂജപ്പുര ലൈനിൽ നിന്നാണ് ഇവിടെ വെള്ളം വരുന്നത്. ഇവിടെ പ്രശ്നം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇനി മുന്നോട്ട് കുഴിച്ച് പരിശോധിച്ചാൽ മാത്രമേ ഏത് പൈപ്പ് ലൈനാണ് പൊട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വലിയൊരു പ്രതിസന്ധി എന്തായാലും ജനങ്ങൾ നേരിടുന്നുണ്ട്. തൽക്കാലം ഇവിടെ ഈ വാട്ടർ ടാങ്കിൽ എത്തിക്കുന്ന ജലം പോലും പര്യാപ്തമല്ല. കാരണം കുട്ടികളടക്കമുള്ളവർക്ക് സ്കൂളിൽ പോകാനും പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ചേട്ടാ, ഇപ്പോൾ നിലവിൽ മേയർ ഇന്ന് വെള്ളം വീണ്ടും എത്തിക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇന്നലെ വാട്ടർ ടാങ്കിൽ ചെറിയൊരു മിനി ടാങ്കറിൽ വെള്ളം കൊണ്ടെത്തിച്ച് ഇത് ഇമ്മീഡിയറ്റായിട്ട് തീർത്തു കൊടുക്കാൻ പറഞ്ഞ പണിയാണ്. അപ്പോൾ ഇവിടെ കുഴിയെടുത്ത് നോക്കിയപ്പം കംപ്ലൈൻറ്റ് അങ്ങോട്ടെന്ന് പറയുന്നത്. പക്ഷേ ഓടയ്ക്കകത്താണ് പൈപ്പ് പൊട്ടിപ്പോകുന്നത്. കാണാം, ലൈവായിട്ട് കാണാം. വലിയ പൈപ്പ് ലൈൻ, പൂജപ്പുറത്ത് വരുന്ന പൈപ്പ് ലൈന് ആ മേയർ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റുമായിട്ട് മേയർ സംസാരിക്കും. വേണ്ടി വന്നാൽ നമുക്ക് ആ അർത്ഥത്തിൽ സെക്രട്ടറി തലത്തിൽ കൂടി ചർച്ച ചെയ്യാം, ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ്. കൂടുതൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുമെന്ന് മേയർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അങ്ങനെയല്ലേ പരിഹരിക്കാൻ പറ്റൂ, സാങ്കേതിക പ്രശ്നമാണല്ലോ. പക്ഷേ ഇത്രയും നാൾ ഇത് എന്തുകൊണ്ട് അനങ്ങാതിരുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടത്. വെള്ളം പൊട്ടിപ്പോയാൽ ബുദ്ധിമുട്ടല്ലേ, സ്കൂളിൽ പോകണ്ടേ, കുഞ്ഞുങ്ങൾക്ക് ഇതാ നോക്കുക 57 ഗുളികയൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും 57 ഗുളികയൊക്കെ കഴിക്കുന്ന അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ?